ഹായ് ഓൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നതിനെ കുറിച്ച്, അതായത് നമ്മൾ ഈ കോഴ്സിൻ്റെ എയിം എന്താണെന്നും അതിൻ്റെ സിലബസ് എന്താണെന്നും ജസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഈ വേർഡ് കേട്ടിട്ടുണ്ടാവും, സോഫ്റ്റ്വെയർ. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് എന്താണെന്നും കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം എന്തായിരിക്കും ആക്ച്വലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഞ്ചിനീയറിംഗ് ഇപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ എഞ്ചിനീയറിംഗ് സ്ട്രീംസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയേഴ്സ് ശരിക്കും എന്താ ചെയ്യുന്നത്? ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ പണി എന്ന് പറയുന്നത് അയാൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതാണ് ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ചെയ്യുന്നത് എന്താ? ഒരു മെക്കാനിക്കൽ, അതായത് ഒരു വണ്ടി, ഒരു കാറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് അയാൾ ബിൽഡ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെയുള്ളതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർസ്, അതായത് നമ്മൾ പ്രോഗ്രാമിങ് പഠിച്ചു, ഡാറ്റാബേസസ് പഠിച്ചു, നെറ്റ്വർക്ക്, അങ്ങനെ കുറേ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മളൊരു എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കാണ് നമ്മൾ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിലൂടെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്താൽ ആ ചെയ്യുന്ന ആളെ പറയുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നും ആ പ്രോസസ്സിന് പറയുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നും. ക്ലിയർ ആയില്ല? അതായത് നമ്മളൊരു പ്രോഡക്റ്റിനെ നമ്മൾ സീരീസ് ഓഫ് സ്റ്റെപ്പിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നും, ആ ഏത് സ്റ്റെപ്പിലൂടെയാണോ അത് ചെയ്യുന്നത് അതിനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നും, ഫൈനലി അത് ചെയ്ത ആളെ നമ്മൾ എന്ത് പറയുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നും പറയും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പേപ്പറിലൂടെ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് സി പഠിച്ചേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് DBMS പഠിച്ചേ, എന്തിനാണ് നിങ്ങൾ .NET പഠിച്ചേ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ആൻസർ ഇല്ല അല്ലേ? അപ്പം ശരിക്കും നമുക്ക് ആൻസർ വരാൻ പോകുന്ന ഒരു പേപ്പറാണ് ആക്ച്വലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളടുത്ത് ഒരാൾ ചോദിക്കണം, എന്തിനാണ് ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ നീ എന്തിനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതെന്ന്. നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത സെമസ്റ്ററിൽ 6th സെമസ്റ്ററിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഫൈനൽ സെമസ്റ്ററിൽ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യണം, ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രോജക്റ്റിലൂടെ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ സെമസ്റ്ററിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പം ആ ചെയ്യുന്നത് ഏതൊക്കെയോ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാത്ത ഒരാൾക്ക് ഒരു സിവിൽ എഞ്ചിനീയർ ആവാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൽ ചുമ്മാ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടേ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഒരു കാര്യം ഈ ഒരു പേപ്പർ പഠിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി മുന്നോട്ട് നമ്മളിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞു, കംപ്ലീറ്റായി, നമുക്കൊരു ജോബ് എന്തായാലും വേണം. നമ്മൾ സീനിയേഴ്സൊക്കെ TCSലും വിപ്രോയിലൊക്കെ പ്ലേസ്ഡ് ആയ പോലെ നിങ്ങൾ ഇനി പോകുന്നത് നിങ്ങളൊരു കമ്പനിയിലോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഏതൊരു ഫേമിലോട്ടാണോ നിങ്ങൾ പോകുന്നത്, ആ പോകുന്ന ഫേമിൽ നിങ്ങൾ ചെയ്യുന്ന ജോബ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് ഒരു BSc CS കഴിഞ്ഞ ഒരു കുട്ടി പിന്നെ പോകുന്നത് ഇപ്പോൾ TCSലോ വിപ്രോയിലൊക്കെ പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് പോകുന്നത്. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മെയിൻ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പഠിക്കാം. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ മെയിൻലി 5 മോഡ്യൂൾസാണുള്ളത്. ആ മോഡ്യൂൾസ് നമുക്ക് നോക്കാം. കാണുന്നുണ്ടോ? കുറച്ച് സൂം ചെയ്തു തരാം. അഞ്ച് മോഡ്യൂൾസാണുള്ളത്. ഫസ്റ്റ് മോഡ്യൂളിൽ വി ആർ ഗോയിങ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതായത് ഞാൻ ഈ സിലബസിൻ്റെ താഴെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീൻ്റെ സിലബസ് എടുത്ത കാണാം. ഇതിൻ്റെ താഴെ നമ്മളെ
ഏത് ടെക്സ്റ്റ് ബുക്കാണ് നമുക്കിതിൽ പഠിക്കാനുള്ളതെന്നുണ്ട്. ഒരു അഗർവാളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അയാളുടെ ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററാണ് ശരിക്കും ഈ മോഡ്യൂൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തന്നെ ആ മോഡ്യൂളിൻ്റെ മീൻസ് ആ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. പിന്നെ അതിൽ തന്നെ വേറെ ഒരു ചാപ്റ്ററാണ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ 2 ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത മോഡ്യൂളിൽ വരുന്ന സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന വേറൊരു ചാപ്റ്ററാണ്. അങ്ങനെ ഓരോന്നും. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മൾ കൂടുതലും ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കംപ്ലീറ്റ് നോട്ട്സ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ. ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഈ ഫോളോ ചെയ്യുന്നത് ആ ടെക്സ്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ മോഡ്യൂൾ 1 പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ഇൻട്രൊഡക്ഷന്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന് കുറച്ച് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മെയിൻലി 2 സയൻറ്റിസ്റ്റ് കൊടുത്ത് അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ പ്രോസസ്സ് എന്താ, ഏത് വഴിയിലൂടെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് സീരീസ് ഓഫ് സ്റ്റെപ്സിലൂടെയാണെന്ന് പറഞ്ഞു. ആ സ്റ്റെപ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ പ്രോസസ്സസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ലൈഫ് സൈക്കിൾ പ്രോസസ്സസിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്സ് ആണ് പിന്നെ നമ്മൾ മോഡ്യൂൾ 2-ലും 3-ലും 4-ലും 5-ലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മോഡ്യൂൾ ചെയ്യുമ്പം നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, അതായത് മോഡ്യൂൾ 1 നിങ്ങൾ മോഡ്യൂൾ 1ൻ്റെ സിലബസ് ഫസ്റ്റ് എന്തൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ട്സിലുണ്ട്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട നോട്ട്സിലുണ്ട്. അപ്പം എന്താ ഒരു സോഫ്റ്റ്വെയർ നോക്കാം. നിങ്ങൾക്കറിയാം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ ശരിക്കും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളെ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഏതോ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മളിപ്പം ഗെയിം കളിക്കുന്നതും കോൾ ചെയ്യുന്നതും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നതൊക്കെ എന്തോ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അല്ലേ. ആ സോഫ്റ്റ്വെയറിന് എന്താ പറയുക, എന്താ സോഫ്റ്റ്വെയർ എന്ന് പറയുക? ആ സോഫ്റ്റ്വെയർസിന് നമ്മൾ എന്ത് പറയും? ഇപ്പോൾ മൊബൈൽ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ശരിക്കും 2 സോഫ്റ്റ്വെയർസ് വേണം. ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ മൊബൈലിൽ കംപ്ലീറ്റ്, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മൊബൈലിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ, സിസ്റ്റത്തിൻ്റെ മെമ്മറി, സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ, സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അറിയോ? നിങ്ങൾക്കറിയായിരിക്കും. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അറിയില്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാണ്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് നിങ്ങൾ അസംബ്ലർ എന്ന് കേട്ടിട്ടുണ്ടാവും. അസംബ്ലർ, കമ്പൈലേഴ്സ്, ഇൻ്റർപ്രറ്റേഴ്സ്, ഇതൊക്കെ എന്താ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ. അതായത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നത് കമ്പൈലർ വെച്ചിട്ടാണ്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഡീബഗർ വെച്ചിട്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ, അതായത് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു സോഫ്റ്റ്വെയറും കൂടി ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ, ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ചില സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് നമുക്ക് പെർഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോണിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആരാ? നമ്മുടെ മൊബൈൽ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, ആൻഡ്രോയിഡ് OS ആണ് അല്ലേ. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഐഫോണിൻ്റെ ആണെങ്കിൽ iOS ആണ് അല്ലേ. മാക്കിൻടോഷ് ആണെങ്കിൽ മാക് OS ആണ്. അപ്പോൾ അതുപോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ നമുക്ക് വാട്സപ്പ് എന്ന് പറയുന്നത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, സ്പെഷ്യൽ ആപ്ലിക്കേഷൻ അല്ലേ, അത് യൂസ് ചെയ്യണം. അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ സ്പെഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, അതായത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പോകണ്ട. ശരിക്കും ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താ പറയുക, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന, അല്ല നമുക്ക് ടച്ച് ചെയ്യാനോ കാണാനോ ഒന്നും പറ്റാത്ത ഒരു
ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ടേമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ ഇത്രയും നേരം സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ അറിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളെ നോട്ട്സിൽ നമ്മളെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടേമിലേക്ക് വരികയാണെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഡൗട്ടായി എന്താ പ്രോഗ്രാം, എന്താണ് അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്, എന്താ ആക്ച്വലി പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രോഗ്രാംസ് കുറേ പഠിച്ചു, സി പ്രോഗ്രാംസ്, C++ പ്രോഗ്രാംസ്, ജാവ പ്രോഗ്രാംസ്, അങ്ങനെ കുറേ പ്രോഗ്രാംസ് പഠിച്ചു. അപ്പോൾ എന്താ ശരിക്കും പ്രോഗ്രാംസ് എന്ന് പറയുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പെർഫോം എ ഗിവൺ ടാസ്ക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 നമ്പർ നമുക്ക് സം ചെയ്യണം, അതിനുള്ള C പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അതിൻ്റെ സം ഇൻസ്ട്രക്ഷൻസ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അത് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അല്ല നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം, പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എന്താണ്, സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാംസും ഉണ്ട്, അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു സബ് പാർട്ടാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം ഈസ് എ സബ്സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് എന്താ പറയുന്നത്, ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ പറയുക, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി ഈ അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു സോഫ്റ്റ്വെയർ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടർ OS തന്നെ നമ്മൾ ഇപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാങ്ങുന്നുണ്ട്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇപ്പം ഒരു ഡിസ്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ഡിസ്ക് നമ്മൾ കടയിൽ പോയിട്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസ്ക് വാങ്ങും. അപ്പോൾ ഡിസ്ക് വാങ്ങുമ്പോൾ നമുക്കൊരു ഡിസ്കും കിട്ടും, അല്ലാണ്ട് നമുക്ക് ഒരു മാനുവൽ പോലൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു മാനുവൽ പോലെ സാധനം കൂടി കിട്ടും. അപ്പോൾ ആ മാനുവൽ പോലുള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ. ഈ അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷനിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, ആലോചിച്ച് നോക്കുക. ഈ അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷനുള്ളിൽ ഉണ്ടാവുന്നത് നമ്മൾ ആ പ്രോഗ്രാം, അതായത് നമ്മൾ ഈ ചെയ്ത ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ റൺ ചെയ്യുന്നു അതിൻ്റെ കുറച്ച് സെറ്റപ്പ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് കിട്ടില്ലേ, അതായത് നമ്മളെ എങ്ങനെയാണ് ഫോൺ നമ്മൾ കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ പ്രോഗ്രാം എടുക്കുന്നത്, എങ്ങനെയാണ് അതിനെ ബൂട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പം അതിൽ പ്രോഗ്രാംസും ഉണ്ടാവും, അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷനും ഉണ്ടാവും. Okay, clear. That is what is a software means. Software is nothing but it's a set of programs and also it's a collection of associated documents. ഇനി ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വെറും പ്രോഗ്രാമും ഡോക്യുമെൻറ്റേഷനും ആണ്. പിന്നെ നമ്മളെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഇറ്റ്സ് ഓൾസോ ഒരു കമ്പോണൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാം പ്ലസ് ഡോക്യുമെൻറ്റേഷൻ പ്ലസ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണെന്ന് പറയുന്നത്. പ്രോഗ്രാം പ്ലസ് ഡോക്യുമെൻറ്റേഷൻ പ്ലസ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇനി ഇതിൽ എന്താ പ്രോഗ്രാം, എന്താണ് ഡോക്യുമെൻറ്റേഷൻ, എന്താണ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞുതരാം. ഇനി ഞാൻ പറഞ്ഞു നേരത്തെ ഡോക്യുമെൻറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഡോക്യുമെൻറ്റേഷനിൽ വരുന്നത് ശരിക്കും നമ്മൾ ഒരു സോഫ്റ്റ്വെയർ വാങ്ങുകയാണെങ്കിൽ, നമ്മൾ കടയിൽ പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ വാങ്ങുകയാണ്, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും സോഫ്റ്റ്വെയർ വാങ്ങുമ്പം ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ മാനുവലും കൂടി കിട്ടും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർ ഗൈഡ് മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് ഏത് സ്റ്റെപ്സിലൂടെയാണോ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ മാനുവൽസും പല സോഫ്റ്റ്വെയർസും കൊടുക്കാറുണ്ട്. അതിനാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ മാനുവൽസ് എന്ന് പറയുന്നത്. ആ ഡോക്യുമെൻറ്റേഷൻ മാനുവൽസിൽ വരുന്നതാണ് അനാലിസിസ് ഓർ സ്പെസിഫിക്കേഷൻ, ഡിസൈന്, ഇംപ്ലിമെൻറ്റേഷൻ, ടെസ്റ്റിംഗ്. അതിൽ അനാലിസിൽ വരുന്നതാണ് ഫോർമൽ സ്പെസിഫിക്കേഷൻ, കോണ്ടെക്സ്റ്റ് ഡയഗ്രാം, പിന്നെ ഡിസൈനിൽ ഡാറ്റ ഫ്ലോ ഡയഗ്രാം, ഫ്ലോ ചാർട്ട്, പിന്നെ ഇംപ്ലിമെൻറ്റേഷനിൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡിസൈൻ എന്നാണുള്ളത്, നിങ്ങൾ നോട്ടിലുണ്ട് കറക്റ്റായിട്ട്. പിന്നെ ടെസ്റ്റിങ്ങിൽ വരുന്നതാണ് ടെസ്റ്റ് ഡാറ്റ, ടെസ്റ്റ് റിസൾട്ട്. ഇതൊക്കെ എന്താണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ ജസ്റ്റ് ഇപ്പം നോക്കിയാൽ മതി. ഡോക്യുമെൻറ്റേഷനിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതിനെ അനാലിസിസ് എന്ന് പറയും, ഡിസൈൻ എന്ന് പറയും, ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയും, ടെസ്റ്റിംഗ് എന്ന് പറയും. ഇത് മാത്രം നോക്കിയാൽ മതി, ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിലൊരു യൂസർ ഗൈഡ് പോലെ ഒരു യൂസർ മാനുവൽ കിട്ടും, അതെങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു,
അതിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈസ് നത്തിങ് ബട്ട് യൂസർ മാനുവലും ഓപ്പറേഷണൽ മാനുവൽസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയാണ് വരുന്നതെന്ന് മാത്രം ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. യൂസർ മാനുവൽ, സിസ്റ്റം ഓവർവ്യൂ, ബിഗിനർ ഗൈഡ്, ട്യൂട്ടോറിയൽ, റെഫറൻസ് ഗൈഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് മാത്രം. പക്ഷേ ഈ നമ്മൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കുമ്പം ജസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷനും ആണെന്ന് നോക്കുക. ഈ ഡോക്യുമെൻറ്റേഷനിലാണ് പിന്നെയും വരുന്നത് ഓപ്പറേറ്റിംഗ് ഡോക്യുമെൻറ്റേഷൻ പ്ലസ് എന്താണ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ഓരോ ഡോക്യുമെൻറ്റേഷനിലും വരുന്ന സബ് പാർട്സ് ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പ്രോഗ്രാം എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ഇനി പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ, പ്രോഗ്രാം നിങ്ങൾ ഇപ്പോൾ സി അല്ലെങ്കിൽ C++ പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഗ്രാം എഴുതുന്ന ആ കോഡിന് നമ്മൾ എന്ത് പറയുന്നു, സോഴ്സ് കോഡ് എന്ന് പറയുന്നു. ആ സോഴ്സ് കോഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ഫോമാറ്റ് നമ്മൾ ഒബ്ജക്റ്റ് കോഡ് എന്നും കൂടി പറയും അല്ലേ. നിങ്ങളിപ്പം C ആണ് ചെയ്യുന്നതെങ്കിൽ C നമ്മൾ സേവ് ചെയ്യുന്നത് ആ ഫയൽ നെയിം .c എന്നാണ്. .c ആ ഒരു ഫോർമാറ്റിൽ, അതിൽ നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയും. അത് കമ്പൈലർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫോമാറ്റിൽ നമ്മൾ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയും. അത് C എന്നല്ല, ഏത് ലാംഗ്വേജിലും നമ്മൾ ഇപ്പോൾ ജാവ ആണെങ്കിലും അല്ലെങ്കിൽ C++ ആണെങ്കിലും ഏത് കോഡും നമ്മൾ പ്രോഗ്രാമിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ പ്രോഗ്രാമിൽ ഒരു സോഴ്സ് കോഡും ഉണ്ടാവും, ഒബ്ജക്റ്റ് കോഡും ഉണ്ടാവും. സോഴ്സ് കോഡ് എന്ന് പറയുന്നത് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന കോഡിനാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് മെഷീൻ തരുന്ന ആ കോഡിനാണ് നമ്മൾ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം ഈസ് ഒരു സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. പ്രോഗ്രാം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ സബ്സെറ്റ് ആണ്. പിന്നെ പ്രോഗ്രാമിൻ്റെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ സോഴ്സ് കോഡ് എന്നും പറയുന്നുണ്ട്, ഒബ്ജക്റ്റ് കോഡും. ഇതിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെഫിനിഷനായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനായി പറഞ്ഞു. ആ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ആക്ടിവിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എങ്ങനെ എത്തിക്കുന്നു, ആ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഫൈനലി നമ്മൾ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ആര് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മളെ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദ ഡെഫിനിഷൻ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് ക്രിയേറ്റ്, അതായത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലെ നമ്മൾ പല ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ആ ഒരു പ്രോസസ്സിനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാം. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളോട് നിങ്ങൾക്ക് ചോദിക്കുകയാണ് ഡിഫൈൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അതിന് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ 2 സയൻറ്റിസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രിറ്റ്സ് ബോറും വേറൊരാൾ സ്റ്റീഫൻ ഷാഷുമാണ്. സ്റ്റീഫൻ ബോർ പറഞ്ഞത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് സൗണ്ട് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എക്കണോമിക്കലി ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് റിലയബിൾ ആൻഡ് വർക്ക്സ് എഫിഷ്യൻ്റ്ലി ഓൺ റിയൽ മെഷീൻ. അതുപോലെ സ്റ്റീഫൻ ഷാഷ് പറഞ്ഞത് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് എ ഡിസിപ്ലിൻ ഹൂസ് എയിം ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡെലിവേർഡ് ഓൺ ടൈം വിത്തിൻ ബഡ്ജറ്റ് ആൻഡ് ദാറ്റ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്. ഈ 2 സയൻറ്റിസ്റ്റുകളും പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ഇത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ 2 ഡെഫിനിഷനിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ, അതായത് നമുക്ക് ഇഷ്ടമുള്ളത് മതി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഡെഫിനിഷനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫ്രിറ്റ്സ് ബോർ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. നിങ്ങൾ മലയാളത്തിലൊക്കെ വേണമെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ. അപ്പോൾ ഫ്രിറ്റ്സ് ബോർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്കണോമിക്കലി, അതായത് നമുക്ക് യൂസേഴ്സിന് റിലയബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് പറ്റിയ യൂസേഴ്സിന് പറ്റിയ എന്താ പറയുക, യൂസേഴ്സിന് എക്കണോമിക്കലി പറ്റിയ സോഫ്റ്റ്വെയർസിനെ ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മൾ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, ഇപ്പം അത് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലേ, അത് നമുക്ക് ഏത് മെഷീനിലാണോ വർക്ക് ചെയ്യേണ്ടത് അതിലേക്ക് എഫിഷ്യൻ്റായിട്ട്
വർക്ക് ചെയ്യുകയും ചെയ്യണം. നമ്മൾ യൂസേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ട് എക്കണോമിക്കലി ബഡ്ജറ്റിൽ നമുക്ക് പറ്റുന്നതും അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു. എന്നാൽ സ്റ്റീഫൻ ഷാഷ് പറഞ്ഞത് അതൊരു ഡിസിപ്ലിനാണ്. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്. ക്വാളിറ്റീസ് സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ്. അത് ഏത് ടൈമിലാണോ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ടൈമിൽ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ് നമ്മൾ എന്ത് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും ആക്ച്വലി മീൻ ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ യൂസേഴ്സിന് പറ്റിയ ബഡ്ജറ്റിൽ അവർക്ക് പറയുന്ന ടൈമിൽ അവർ റിയൽ മെഷീനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനാണ് എന്ത് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. പക്ഷേ ഡെഫിനേഷനായി പറയുമ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറയുന്നതെന്ന് മാത്രം. മീനിങ് രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഡോക്യുമെൻറ്റേഷൻ മാത്രമല്ല ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും. അപ്പോൾ സോഫ്റ്റ്വെയർ ഈസ് ഈക്വൽ ടു പ്രോഗ്രാം പ്ലസ് ഡോക്യുമെൻറ്റേഷൻ പ്ലസ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞു. ഇനി അതിൽ ഡോക്യുമെൻറ്റേഷനിൽ വരുന്നത് എന്തൊക്കെയാണ്, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ വരുന്നത് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളും കൂടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഡെഫിനേഷനായിട്ട് രണ്ട് ഡെഫിനേഷൻ പറഞ്ഞു. സ്റ്റീഫൻ ഷാഷിൻ്റെയും അതുപോലെ തന്നെ ഫ്രിറ്റ്സ് ബോറിൻ്റെയും രണ്ട് ഡെഫിനേഷൻ പറഞ്ഞു. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. നിങ്ങളിപ്പോൾ തന്നെ അത് വായിച്ച് നോക്കി ഏതാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അല്ലാണ്ട് ഏതാണോ സിമ്പിളായിട്ടുള്ള അത് നോക്കുക. ഇനി അടുത്തത് നമ്മൾ മെയിനായിട്ട് പോകുന്നത് സോഫ്റ്റ്വെയറിൻ്റെ പ്രോസസ്സ് എന്താണ്. പ്രോസസ്സ് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടാവും. പ്രോസസ്സ് എന്താ? പ്രോസസ്സ് ഈസ് ദ വേ ഇൻ വിച്ച് വി പ്രൊഡ്യൂസ് എ സോഫ്റ്റ്വെയർ എന്നാണ് അല്ലേ. പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രോസസ്സ് ഈസ് പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സാധനത്തിലാണ് പ്രോസസ്സ് എന്നൊക്കെ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനാണ് നമ്മൾ എന്ത് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഈസ് ദ വേ, നമ്മൾ സിമ്പിളായിട്ട് പറയാം, ഈസ് ദ വേ ഇൻ വിച്ച് വി പ്രൊഡ്യൂസ്. അതായത് നമ്മൾ ഏത് മെത്തേഡിലൂടെ ഏത് വഴിയിലൂടെയാണോ നമ്മളൊരു സോഫ്റ്റ്വെയറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓരോ കമ്പനീസും ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡായിരിക്കും. ഇപ്പോൾ TCS ഫോളോ ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കില്ല വിപ്രോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വിപ്രോ കമ്പനി ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ മെത്തേഡ് ആയിരിക്കില്ല വേറെ ഇൻഫോസിസ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിന് ഉണ്ടാവുക. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേക്കാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ശരിക്കും ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കുറേ കമ്പനീസ് ഉണ്ട്. അപ്പം നമുക്കൊരു യൂസറിന് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പം ഏത് കമ്പനിയിലാണ് പോകേണ്ടത്, ഏത് കമ്പനിയിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ കമ്പനിക്കാർക്ക് ഒരുപാട് ചാലഞ്ചസ് എന്ന് പറയുന്നത് അവർ നേരിടേണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്രൂഷ്യൽ ആക്ടിവിറ്റിയാണ്. കാരണം ഏത് വഴിയിലൂടെ നമ്മൾ യൂസറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാം എന്നുള്ളത് ഓരോ ഓർഗനൈസേഷനിലും ശരിക്കും ക്രിട്ടിക്കലായിട്ടുള്ള മീൻസ് ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ് സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സോഫ്റ്റ്വെയർ പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നതും ശരിക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് എന്ന് പറയാൻ എന്താ കാരണം എന്ന് കൂടി പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. ഒന്നെന്ന് പറയുന്നത് നോട്ട് ഇനഫ് ടൈം, രണ്ട് ലാക്ക് ഓഫ് നോളജ്. ഇനിയും പറയുന്നുണ്ട്, അടുത്ത സ്ലൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം. നോട്ട് ഇനഫ് ടൈം എന്ന് പറയുന്നത് ചിലപ്പം പെട്ടെന്നൊരു സോഫ്റ്റ്വെയർ നമുക്കൊരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ക്ലയൻറ്റ് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ചിലപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്നില്ല. പിന്നെ ലാക്ക് ഓഫ് നോളജ്, അതായത് ഇപ്പോൾ ഒരു പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് ആകെ ഒന്ന് രണ്ട് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. അപ്പം അവരുടെ അടുത്തൊരു വലിയ പ്രോജക്റ്റ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്കുള്ള നോളജ് എന്ന് പറയുന്നത് കുറവാണ്. ഇപ്പോൾ ഫ്രഷേഴ്സൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ പ്രോജക്റ്റ് ജോബിലേക്ക് നിങ്ങൾ കയറുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരു വലിയ പ്രോജക്റ്റൊന്നും കൊടുക്കില്ല. ഫസ്റ്റ് നിങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ തന്ന് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് എംപ്ലോയീസിന് അധികം സ്കില്ലില്ലാത്ത നോളജ് ഇല്ലാത്ത
എംപ്ലോയീസൊക്കെ ഉള്ള ഒരു കമ്പനിയിലേക്ക് ആണ് നമ്മൾ പ്രോജക്റ്റ് കൊടുക്കുന്നതെങ്കിൽ അവർക്കത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് നോളജ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പം ടൈം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോസസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ നോളജും, ലാക്ക് ഓഫ് നോളജും, നോട്ട് ഇനഫ് ടൈം. പിന്നെ അടുത്തതാണ് റോങ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. റോങ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മുടെ ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ടുണ്ട്, നമ്മൾ എന്നും നിങ്ങളെ മോശമായി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ടാണ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും അതുപോലെ മാറും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടീമിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് തരുന്ന മോട്ടിവേഷൻ ഒരു പോസിറ്റീവ് വൈബാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ നേരെ തിരിച്ച് റോങ് ആയിട്ട് എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് എന്താവും, നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ പ്രോസസ്സിൻ്റെയും അതിന് ഡിഗ്രേഡ് ചെയ്യും. ലാസ്റ്റ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻറ്റ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഏതൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഏതൊരു ജോബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ട്രൂ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കാം. നമ്മൾ മെയിൻലി നമ്മളെ കമ്മിറ്റ്മെൻറ്റ് കുറയുന്നതിനനുസരിച്ച് സോഫ്റ്റ്വെയറിൻ്റെ പ്രോസസ്സിനെ അത് ബാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ പ്രോസസ്സിൻ്റെ ഒരു ഡിഫിക്കൽട്ടായിട്ട് പറയുന്ന കുറച്ച് പോയിൻറ്റ്സ്. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് വഴിയിലൂടെയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നു. അതിൽ വരുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസാണ് റോങ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ഇൻസഫിഷ്യൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ഓർ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, റോങ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് ടൈം ആൻഡ്